وبركاته. الحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. صدق الله مولانا العلي العظيم. وقال نبينا وسيدنا ومولانا محمد صلى الله عليه وسلم: من فارق الجماعة شبرا فقد خلع ربقة الإسلام من عنقه. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد. വേദിയിൽ ഉപവിഷ്ടരായ അഭിനന്ദനായ അധ്യക്ഷൻ, സ്നേഹധന്യരായ പണ്ഡിത മഹത്തുക്കൾ, പ്രൗഢമായ ഈ സദസ്സിലുള്ള ഈ മഹല്ല് ജമാഅത്തിന്റെയും സമീപ പ്രദേശങ്ങളിലെയും സഹോദരന്മാർ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പരിശുദ്ധ സദസ്സിൽ ഒരുമിച്ചെടുക്കാൻ ഭാഗ്യം ലഭ്യമായതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിലും നാം ഏവരെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. പള്ളിക്കര സംയുക്ത ജമാഅത്ത് ഖാദി സ്ഥാനാരോഹണ പരിപാടിയുടെ ഭാഗമായി ആമുഖ പ്രഭാഷണ പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അഭിയന്തരായ CH അബ്ദുള്ള മുസ്ലിയാർ നബ്ബറല്ലാഹു മർഖദ, അദ്ദേഹത്തിനു ശേഷം ബഹുമാന്യനായ PK അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്ന മഹാപണ്ഡിതനെ ഖാദിയാക്കി നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട ചടങ്ങാണ് സ്ഥാനാരോഹണം എന്ന നിലയിൽ അഭിയന്തരായ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ നടക്കാൻ പോകുന്നത്. വന്ദ്യരായ പണ്ഡിതശ്രേഷ്ഠരുടെ പ്രസംഗത്തിനു ശേഷം അവർ പറഞ്ഞു നിർത്തിയെടുത്തും തുടങ്ങുക എന്നതുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തെ അതിന്റെ രണ്ടാം പക്ഷത്തേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. ബഹുമാന്യരായ എന്റെ മുമ്പേ പ്രസംഗിച്ച പണ്ഡിത ശ്രേഷ്ഠർ അദ്ദേഹം പറഞ്ഞത് ഖാദിയുടെ സ്ഥാനത്തിന്റെയും അതോടൊപ്പം തന്നെ അതിന്റെ ഉത്തരവാദിത്വത്തെയും കുറിച്ചാണ്. നമ്മൾ ഈ സദസ്സ് കേൾക്കേണ്ടി വരുന്നത് ആ ഖാദിയെ അംഗീകരിക്കുന്നതിന്റെ ബാധ്യതയെക്കുറിച്ചാകുന്നു. ഖാദി ഏതായാലും ഒന്ന് സ്ഥാനാരോഹണം നടന്നു കഴിഞ്ഞാൽ പിന്നെ ഖാദിയെ അംഗീകരിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ബാധ്യതയാണ് നമുക്കെല്ലാം ഉണ്ടാകുന്നത്. അദ്ദേഹത്തിന്റെ ഖലാഇനെ അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഖലാഇന്റെ കീഴിൽ ജീവിക്കുകയും അതിനെ പൊരുത്തപ്പെടുകയും ചെയ്യുക എന്ന പ്രധാനപ്പെട്ട ഒരു ബാധ്യതയിലാണ് മുസ്ലിങ്ങളുള്ളത്. പരിശുദ്ധ ഇസ്ലാമിന്റെ എല്ലാ കാലത്തെയും അതിന്റെ നേതൃത്വത്തെ അംഗീകരിക്കാൻ മുസ്ലിങ്ങൾ ബാധ്യസ്ഥരാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന ഖാദി മുതൽ ചരിത്രത്തിലെമ്പാടും നമ്മൾ കാണുന്ന മഹാരഥന്മാരായ ഖാദിമാരെ മുഴുവനും അനുസരിക്കുകയും അംഗീകരിക്കുകയും ചെയ്തുകൊണ്ടാണ് മുസ്ലിം ഉമ്മത്ത് എന്ന നിലയിൽ ഈ സമൂഹം ഒരുമിച്ച് നിന്നിട്ടുള്ളത്. ആ ഐക്യവും നന്മയും തകരാതിരിക്കാനാണ് ഖാദിയെയും നിശ്ചയിക്കപ്പെടുന്നത്. നാട്ടിലെ പ്രശ്നങ്ങൾ വരുമ്പോൾ നീതിപൂർവകമായൊരു സമീപനമുണ്ടാകണം ഖാദിയുടെ ഭാഗത്ത് നിന്ന്. ഖാദി ആ നിലയിൽ നീതിപൂർവകമായ ഒരു കാര്യം പറഞ്ഞാൽ അത് സ്വീകരിക്കുന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുമുണ്ടാകുന്ന വിമ്മിട്ടവും ഉണ്ടാകാതെ അംഗീകരിക്കുക എന്നതാണ് സത്യവിശ്വാസികളുടെ ധർമ്മം. എവിടെയെങ്കിലും അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഉണ്ടാകുന്നത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുന്നറിയിപ്പ് നൽകുന്നത് പോലും വളരെ ശക്തമാം വിധം അവന്റെ ഈമാനിനെ പോലും ബാധിക്കുന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഖാദിയെ അംഗീകരിച്ചാൽ, ബൈഅത്ത് ചെയ്യപ്പെട്ടാൽ പിന്നെ അയാൾ ഖാദിയാണ്. ആ ഖാദിയുടെ വിധി അംഗീകരിക്കുകയും ആ വിധിക്കനുസൃതമായി ജീവിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അയാൾ നന്നായിരിക്കെ, അയാൾ ശരിയായ വഴി പറഞ്ഞു തരുന്നിരിക്കെ, അയാൾ സത്യത്തിന്റെ മാർഗത്തിലായിരിക്കെ,
അയാൾ അസത്യത്തിന്റെ ചുവട് വച്ചാൽ സ്വയം തന്നെ ആ ഖലാഇൽ നിന്ന് അയാൾ സ്വയം മാറിപ്പോകുന്നതും കൂടിയാണ് അള്ളാഹുവിന്റെ ദീനിന്റെ വിധി. എന്നാൽ അയാൾ ഖാലിയായിരിക്കുന്ന സമയത്ത് അയാൾ എന്നും ആ വിധികർത്താവ് എന്ന നിലയിൽ നീതിമാനായിരിക്കെ അയാളുടെ വിധി നടപ്പിലാക്കപ്പെടേണ്ടതാണ്. അവിടെ എന്തെങ്കിലും തരത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ പോലും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഇസ്ലാമികമായ വിശ്വാസത്തെ ചോദ്യം ചെയ്യും. ഞാൻ ആദ്യമേ തന്നെ ഇവിടെ ബോധപൂർവം ഓതി വെച്ച ആയത്ത് പോലും അങ്ങനെ തന്നെയാണ്. പരിശുദ്ധ ഖുർആനിൽ ഖാലിയാകുമ്പോ ആ ഖലാഇനെ അംഗീകരിക്കാൻ മുഴുവൻ ആളുകളും ബാധ്യസ്ഥരായിരിക്കെ അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖലാഇനെ അംഗീകരിക്കാതെ പോയ ഒരാളുടെ ജീവിതത്തിന്റെ അവസ്ഥയെക്കുറിച്ചാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മുന്നറിയിപ്പ് നൽകുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകരെ എതിർക്കുക, അവിടെ നാം മനസ്സിലാക്കേണ്ടത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വലിയ വിധി നടത്തുന്നുണ്ട്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബാക്കളോടൊപ്പം പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു പോരുന്ന സമയത്ത് ഒരു പടയങ്കി മോഷണം നടത്തി തുഅമത്ത് ഇബ്നു ഉബൈറഖ് എന്ന് പറയുന്നയാൾ അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ആ കേസ് വന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു പറ്റം ആളുകൾ പറഞ്ഞു, നബിയെ, തുഅമത്ത് ഇബ്നു ഉബൈറഖ് അല്ല കള്ളൻ അയാളാണെങ്കിലും അയാൾക്ക് നേരെ വിധി നടപ്പിലാക്കുന്നതിന് എതിരായി ഏതെങ്കിലും ഒരു ജൂതനായ മനുഷ്യന്റെ കയ്യിൽ അത് കൊടുത്തുവിട്ടിട്ട് അയാളാണ് ഈ മോഷണം നടത്തിയതെന്ന് പറയിപ്പിക്കലായിരുന്നു ഇവരുടെ ലക്ഷ്യം. അതിനുവേണ്ടി ഒരു ജൂതനെ വളരെ കൃത്യമായി തന്നെ ആ ജൂതന്റെ കയ്യിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി ഈ പടയങ്കി വെച്ചിട്ട് തൊണ്ടി സഹിതം പിടിക്കപ്പെട്ടു. ജൂതൻ കൊണ്ടുവരപ്പെട്ടു. അദ്ദേഹം അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കോടതിയുടെ മുമ്പിൽ വന്നു നിന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിധിക്കണം. ഇസ്ലാമിന്റെ വിധിയും ഇസ്ലാമിന്റെ നീതിയും ഇസ്ലാമിന്റെ ഭരണ നിർവഹണ രംഗത്തുള്ള വ്യവസ്ഥാപിതമായ നന്മയുമെല്ലാം ഇവിടെ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലുള്ള ഒരാൾ ഒരു പറ്റം സ്വഹാബാക്കൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കണമെന്ന് പറയുന്ന വിധത്തിലുള്ള ഒരു മനുഷ്യനാണ്. മറ്റേയാൾ പരിശുദ്ധ ഇസ്ലാമിന്റെ ഈ പരിശുദ്ധമായ സമൂഹത്തിനെതിരായി ഏറ്റവും ശക്തമായി നിൽക്കുന്ന ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടയാളാണ്, ജൂത സമുദായത്തിൽപ്പെട്ടയാളാണ്. എന്തുകൊണ്ടും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഈ വിധി അന്യായമായ അർത്ഥത്തിൽ വരാൻ വേണ്ടി സ്വഹാബാക്കളിൽ ചിലർ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ശുപാർശ ചെയ്യുമ്പോഴാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇന്നാ അൻസൽനാ അലൈക്കൽ കിതാബ ബിൽ ഹഖ്, സത്യസന്ധമായിട്ടാണ് നബിയെ അങ്ങക്ക് അല്ലാഹു വേദഗ്രന്ഥം തന്നത്. ലിതഹ്കുമ ബൈനൻ നാസി ബിമാ അറാകല്ലാഹ്, അല്ലാഹു എന്താണോ അങ്ങക്ക് പഠിപ്പിച്ചു തന്നത് അത് പ്രകാരം ജനങ്ങൾക്കിടയിൽ വിധി നടപ്പിലാക്കാനാണ്. ഫലാ തകുൻ ലിൽ ഖായിനീന ഖസീമ, അള്ളാഹുവിന്റെ പ്രവാചകരെ അങ്ങ് ചതിയന്മാർക്ക് കൂട്ടുനിൽക്കരുത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ തുഅമത്ത് ഇബ്നു ഉബൈറഖ് കള്ളനാണെന്ന് കൃത്യമായി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങ് സ്ഥാപിച്ചു കൊടുത്തു. തുഅമത്ത് ഇബ്നു ഉബൈറഖിനെതിരെ വിധി നടപ്പിലാക്കിയപ്പോ ജൂതനായ നിരപരാധി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിട്ടപ്പോ ഈ തുഅമത്ത് ഇബ്നു ഉബൈറഖ് അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിധി കേൾക്കാതെ മാറിപ്പോകുന്ന അവസ്ഥയുണ്ടായി. ആ അവസ്ഥയിൽ തന്നെ അയാൾ കാഫിറായി ചത്തുപോയി എന്ന് തന്നെയാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അവിടെയാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വമൻ യുശാഖിഖ് റസൂൽ, ഖാലിയായ മുഹമ്മദ് നബിയുടെ വിധി ആരെങ്കിലും എതിർത്താൽ, മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, അവന് വെളിച്ചം കിട്ടിയതിനു ശേഷം, സത്യമെന്തെന്ന് ബോധ്യപ്പെട്ടതിനു ശേഷം ഈ പ്രവാചകനെതിരായി, ഈ പ്രവാചകന്റെ വിധിക്കെതിരായി ആരെങ്കിലും ശബ്ദിച്ചാൽ അവൻ പോകുന്ന പോലെ പോവുകയും സത്യനിഷേധികളും ഈ പരിശുദ്ധ മതത്തിനെ എതിർക്കുന്നവരുമായ ഒരു വിഭാഗം ആളുകളുടെ മാർഗം അവലംബിക്കുകയും ചെയ്താൽ, നുവല്ലിഹി മാ തവല്ലാ വനുസ്ലിഹി ജഹന്നമ വസാഅത് മസീറാ, നാം അവൻ പോയ വഴിയെ തന്നെ കൊണ്ടുപോവുകയും അവസാനം അവനെ നരകത്തിലേക്ക് ചേർക്കുകയും ചെയ്യും. അവന്റെ സ്ഥലം എത്ര മോശം, അവന്റെ അഭയസ്ഥലം എത്ര മോശം. വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്കൊരു മാർഗമുണ്ട്. അതെന്ത്? ആ മാർഗം അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ മാർഗത്തിലുള്ള മഹാരഥന്മാരായ ഖാലിമാരെ, നേതാക്കളെ അംഗീകരിക്കുക എന്നതാണ്. അംഗീകരിക്കലാണ്. മുഅ്മിനീങ്ങളുടെ നേതൃത്വത്തെ അംഗീകരിക്കുന്നതിന് എന്ത് തെളിവാണുള്ളത് എന്നൊരിക്കൽ മഹാനായ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഖുർആൻ 300 പ്രാവശ്യം ഇങ്ങനെ ഓതി എന്നാണ് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നത്. 300 പ്രാവശ്യം ഓതിയിട്ട് അവസാനം പറഞ്ഞ ഉത്തരം, വമൻ യുശാഖിഖുർ റസൂൽ,
മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ലാ വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറ. ഇജ്മാഇന്റെ തെളിവ് ഇമാം ഷാഫി തങ്ങൾ ഈ ആയത്തിൽ നിന്നാണ് ഉദ്ധരിച്ചത്. ഇജ്മാ നിർബന്ധമാണ് എന്നതിന് ഇജ്മാ നിർബന്ധമായും അംഗീകരിക്കണം എന്നതിന് എന്താണ് തെളിവ് എന്നായിരുന്നു ഇമാം ഷാഫി തങ്ങളോടുള്ള ചോദ്യം. ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞു, പണ്ഡിതന്മാരുടെ ഏകോപിതാഭിപ്രായം അംഗീകരിക്കണം. മുഅ്മിനീങ്ങളുടെ പാണ്ഡാവ് ആര് കൈയൊഴിഞ്ഞുവോ, സത്യവിശ്വാസത്തിലെ ഈ സംസ്കൃതിയുടെ പാണ്ഡാവിനെ ആര് മാറ്റി നിർത്തിയോ, എന്നിട്ട് അവൻ പോകുന്ന വഴിയെ ആ പോക്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവനെ കൊണ്ടുപോകും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ വിശ്വാസ സംഹിതയുടെയും നേതൃത്വത്തിന്റെയും എതിരെ ആരെങ്കിലും ഒന്ന് പറഞ്ഞു പോയാൽ മാത്രം അയാൾ അതോടെ ഭൂമിയിൽ നിന്ന് ഇല്ലാതെയായി പോകുമെന്നൊന്നും ഖുർആൻ പറയുന്നില്ല. ചില ആളുകൾ അങ്ങനെ മനസ്സിലാക്കാറുണ്ട്. അങ്ങനെ ഗുരുത്തക്കേടുണ്ടെങ്കിൽ, അങ്ങനെ അയാൾ കുഴപ്പക്കാരനാണെങ്കിൽ പിന്നെ അയാൾ ഈ ഭൂമിയിൽ ജീവിക്കുമോ? അയാൾ വലിയ മഹാനായ പണ്ഡിതനെതിരെയല്ലേ പറഞ്ഞത്, അയാൾ മഹാനായ ഗുരുനാഥനെതിരെയല്ലേ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ലോക ചരിത്രത്തിൽ ഏറ്റവും ആദ്യം നടന്ന ഗുരുനിന്ദ എന്ന് പറയുന്നത് ഇബ്ലീസിന്റെ ഗുരുനിന്ദയാണ്. ഇബ്ലീസിന്റെ ഗുരുനിന്ദയാണ്. ഇബ്ലീസിന് അല്ലാഹു ചെയ്തു കൊടുത്ത സൗകര്യം എന്താ? ഭൂമിയിൽ ജീവിക്കുന്ന അവസാനത്തെ മനുഷ്യനെ വരെ പിഴപ്പിക്കാൻ ആവശ്യമാകുന്ന വിധത്തിലുള്ള സൗകര്യം പടച്ച തമ്പുരാൻ ഇബ്ലീസ് അല്ലാഹു നൽകിയിട്ടുണ്ട്. ആരാ ഇബ്ലീസ്? ഇബ്ലീസ് സയ്യിദുനാ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന ഗുരുനാഥനെതിരായി വർത്തമാനം പറഞ്ഞയാളാണ്. ലോക ചരിത്രത്തിലെ ആദ്യത്തെ ഗുരുനിന്ദ നടത്തിയയാളാണ്. ഗുരുവായിരിക്കുമ്പോ ആ ഗുരുവിനെ ആദരിക്കണമെന്ന പാഠം ലോകത്ത് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഖുർആൻ. മഹാനായ സയ്യിദുനാ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കുമ്പോ പടച്ചറബ്ബ് മുഷാവറ നടത്തി മലക്കുകളോട്. മലക്കുകൾ അതിന് പറഞ്ഞ മറുപടി ഇതായിരുന്നു, ഖാലൂ അതജ്അലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ. എന്തിനാ രക്തച്ചൊരിച്ചിലും കുഴപ്പവും ഉണ്ടാക്കുന്ന വിഭാഗം ആളുകളെ സൃഷ്ടിക്കണം? ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി മനുഷ്യരെ എന്തിനും നീ സൃഷ്ടിക്കണം? ഞങ്ങൾ ആകാശത്ത് നിന്റെ സ്തുതികീർത്തനങ്ങൾ പാടി നിന്നെ വിശുദ്ധമാക്കി, നിന്റെ സ്തുതികീർത്തനങ്ങൾ പാടി ഞങ്ങളുള്ളപ്പോ എന്തിനു നീ ഭൂമിയിൽ കുഴപ്പക്കാരായ വിഭാഗത്തെ സൃഷ്ടിക്കണം? അള്ളാഹു അതിന് നൽകിയ മറുപടി, സുന്ദരനായ ആദമിനെ അലൈഹിസ്സലാം അല്ല, ഞാൻ പറഞ്ഞൊന്നും മനസ്സിലാവില്ലേ? ആദം എന്ന് കേട്ടാ മനസ്സിലാവൂലേ? വളരെ അകലെ നിന്ന് തെക്കുന്ന് വരുമ്പോ ഈ മലബാറിന്റെ ഉത്തരദേശത്ത് ഞാൻ പറയുന്ന ഭാഷ മനസ്സിലാവാതെ പോവോ? മതി. സയ്യിദുനാ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ജ്ഞാനം കൊടുത്ത് അലങ്കരിച്ചു. ജ്ഞാനിയാണ് ആദം, ജ്ഞാനിയാണ് ഖാലി. നമ്മുടെ നാട്ടിലെ പഞ്ചായത്ത് പ്രസിഡന്റിനെ പിടിച്ചു നിർത്തിയിട്ട് ഖാലിയാക്കാൻ പറ്റില്ലല്ലോ. ആരാ ഖാലിയാക്കേണ്ടത്? ജ്ഞാനിയെ. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ, സകല ജ്ഞാനവും കൊടുത്തു ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്. ആ ആലിമായ ആ ആദമാണ് അള്ളാഹുവിന്റെ ഖലീഫയായി വാഴ്ത്തപ്പെട്ടവൻ. ആ ഖലീഫയാണ് പടച്ച തമ്പുരാൻ മുഅല്ലിമാക്കുന്നത്. മുഅല്ലിമിന് മുതഅല്ലിമീങ്ങളെ ഒന്ന് അള്ളാഹു പരിശോധിച്ചു. എന്താ മുതഅല്ലിമീങ്ങളെ? ഞാൻ ആദം നബിക്ക് കുറെ വിവരം കൊടുത്തു, അതേ വിവരം തന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ പോവാൻ. ആ വിവരം നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ എന്നായിരുന്നു പടച്ച റബ്ബ് ചോദിച്ചത്. അംബിഊനി ബി അസ്മാഇ ഹഉലാ, ഈ വിവരങ്ങളൊക്കെയും നീ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ, നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്നായിരുന്നു അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മലക്കുകളോട് ചോദിച്ചത്. മലക്കുകൾ പറഞ്ഞു, പടച്ചവനെ, സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. അല്ലാഹുവേ, നീ പഠിപ്പിച്ചതല്ലാത്തൊരു വിവരവും ഞങ്ങളുടെ കൂടെയില്ല. നീയോ സർവജ്ഞാനിയാണ്, നീ തത്വജ്ഞാനിയാണ്, നീയാണ് ഞങ്ങളുടെ ഉടമസ്ഥൻ. അതുകൊണ്ട് തമ്പുരാനെ, നീ പഠിപ്പിച്ചു തരാത്തൊരു വിവരവുമില്ല തമ്പുരാനെ. നീ വിശുദ്ധനാണ്, നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുകയാണ്. അപ്പോഴാദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മുന്നിൽ നിർത്തി അള്ളാഹു മലക്കുകളോട് പറഞ്ഞു, ഇവിടെ ഇരിക്കണം, ഉസ്താദാണ് ഇദ്ദേഹം, ഈ ഉസ്താദിന്റെ കയ്യിൽ നിന്ന് കേൾക്കുന്നത് മുഴുവൻ പഠിച്ചെടുക്കണം. ഫലമ്മാ അംബഅഹും, എല്ലാം പഠിപ്പിച്ചു തീർത്തപ്പോ മലക്കുകളോട് പടച്ച തമ്പുരാൻ പറഞ്ഞു, ഉസ്ജുദൂ ലി ആദം, വണങ്ങണം, വഴങ്ങണം, അനുസരിക്കണം, വണങ്ങണം. ഉസ്ജുദൂ ലി ആദം, നിങ്ങൾ ആദമിന് സുജൂദ് ചെയ്യണം. ഫസജദൂ, കേട്ടപാട് സകലരും സുജൂദ് ചെയ്തു. നേരത്തെ ഞങ്ങളല്ലേ കുഴപ്പക്കാരെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഒരു മുഷാവറ കൂടിയിട്ട് ആലോചിക്കാൻ അവിടെ ഇല്ലൊരു മുഷാവറ.
ബാക്കി എല്ലായിടത്തും മുഷാവറ ഉണ്ട്, അവിടെ മുഷാവറല്ല. കുഴപ്പത്തിന് മുഷാവറ പാടില്ല എന്നതുകൊണ്ട് തന്നെ സയ്യിദുന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആദരിക്കാൻ പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ മലക്കുകൾ ഫസജദു, അപ്പോഴേ അങ്ങ് സുജൂദ് ചെയ്തു. ആ ഫസജദു എന്ന ആലിമീങ്ങൾക്കറിയാം, തഅഖുബിന്റെ ഫാ ആണ്. ഉടനെ മറ്റൊന്നും ആലോചിച്ചിട്ടില്ല. കൽപ്പന വന്നപ്പോഴേക്കും, അംറ് വന്നപ്പോഴേക്കും പെട്ടെന്ന് തന്നെ വന്നു ഫസജദു, എല്ലാവരും അങ്ങ് സുജൂദ് ചെയ്തു. ഇല്ലാ ഇബ്ലീസ അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. ഇബ്ലീസ് ഒഴിച്ചു. ഇബ്ലീസ് എന്തേ ചെയ്തത്? അബാ, പറ്റില്ല എന്ന് പറഞ്ഞു. കാളിയാരോഹണം നടക്കാൻ പോകുമ്പോ അതിനെതിരായി മാറി നിൽക്കുന്നവർ വിഘടനത്തിന്റെ പുതിയ രീതികളാണ് കൊണ്ടുവരുന്നതെങ്കിൽ അബ്ബാ, പറ്റില്ല എന്ന് പറഞ്ഞു. വസ്തക്ബറ, കുഴപ്പം തുടങ്ങിയ പിന്നെ രണ്ടാമതുണ്ടാകുന്ന സാധനമാണ് കിബർ. വകാന മിനൽ കാഫിരീൻ, കുഴപ്പക്കാരുടെ കൂട്ടത്തിൽ അവനുണ്ടായിരുന്നു എന്നല്ലാഹു. നോക്കൂ നിങ്ങൾ, ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, എന്താ ശൈത്താന് സംഭവിച്ച പഴ? പിശാചിനെ പറ്റി ഒരൊറ്റ പഴയുള്ളൂ. ആ മലക്കുകളുടെ ഐക്യത്തിന്റെ കൂടെ നിൽക്കാൻ പാകമാകുമായിരുന്നു ഇബ്ലീസിന്. കാരണം അതേ ദർസിലോതി പഠിച്ച ആളായിരുന്നു ഇബ്ലീസ്. പക്ഷേ ഒറ്റ ദർസിലോതിയിട്ടും ഉസ്താദിനെതിരെ ഗുരുത്തക്കേട് കാണിച്ചു ഇബ്ലീസ്. ഒറ്റ ഉസ്താദിന്റെ അടുത്ത് ഓതിയത്, ഒറ്റ ഗുരുവേ ഉള്ളൂ. പക്ഷേ ആലിമീങ്ങളാണ്. പക്ഷേ എങ്കിലും ആ ആലിമീങ്ങളുടെ കൂട്ടത്തിൽ നിന്നൊരാൾ തെന്നിച്ചിതറി പോകുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരൊറ്റ ഷോക്കോസ് നോട്ടീസേ കൊടുത്തിട്ടുള്ളൂ. ഒറ്റ ഷോക്കോസ് നോട്ടീസ്. എന്താ ഷോക്കോസ് നോട്ടീസ്? ഞാൻ ആദമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ എന്തേ നീ സുജൂദ് ചെയ്യാതിരുന്നത് എന്നായിരുന്നു ചോദ്യം. ഇബ്ലീസിന്റെ മറുപടി വന്നത് ഇങ്ങനെയാണ്: ഖലഖ്തനീ മിൻ നാർ വഖലഖ്തഹു മിൻ തീൻ. എന്നെ അഗ്നി കൊണ്ടാണ് സൃഷ്ടിച്ചത്, ആദമിനെയോ മണ്ണുകൊണ്ടാണ് നീ സൃഷ്ടിച്ചത്. അഗ്നി കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഞാൻ മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ആദമിന്റെ മുമ്പിൽ എന്തിന് സുജൂദ് ചെയ്യണം? അഗ്നി സ്ഫുടീകരിക്കാൻ, ശുദ്ധീകരിക്കാൻ എന്തിനും പോന്നതാണ് അഗ്നി. ആ അഗ്നിയിൽ സൃഷ്ടിക്കപ്പെട്ട ഞാൻ കുഴഞ്ഞ മണ്ണിന്റെ ദുർഗന്ധം വമിക്കുന്ന ഒരു തരം സത്തയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന്റെ മുമ്പിൽ എന്തിന് സുജൂദ് ചെയ്യണം എന്നായിരുന്നു ഇബ്ലീസിന്റെ ചോദ്യം. നീ ആലോചിച്ച് നോക്കിയേ, ഉസ്താദിന്റെ ഭൗതികമായ വലിപ്പമാണോ ആത്മീക വലിപ്പാണോ ഏതിനെയാ മാനിക്കേണ്ടത്? ഉസ്താദിന്റെ ഭൗതികമായ വലിപ്പത്തിലേക്ക് നോക്കിയിട്ട് ഉസ്താദിന്റെ ഭൗതികമായ വലിപ്പത്തേക്കാൾ എനിക്കാണ് ഭൗതിക വലിപ്പമെന്ന് ചിന്തിച്ചു പറഞ്ഞയാളാണ് ഇബ്ലീസ്. ഉസ്താദിന്റെ ഭൗതികമായ വലിപ്പത്തിനപ്പുറം ഉസ്താദിന്റെ ആത്മീകമായ ജ്ഞാന വലിപ്പമാണ് പ്രധാനമെന്ന് ചിന്തിച്ചവരാണ് മലക്കുകൾ. ശരിക്കാലോചിക്കണം. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഉസ്താദിന്റെ ഭൗതികമായ വലിപ്പത്തിനെ നോക്കി ഉസ്താദിന്റെ ഭൗതികമായ വലിപ്പം എന്റെ ഭൗതിക വലിപ്പത്തിനോളം പോന്നതല്ലെന്ന് ചിന്തിച്ചയാളാണ് ഇബ്ലീസ്. അതേസമയം ഈ ഉസ്താദിന്റെ ഭൗതിക വലിപ്പമല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ ആധ്യാത്മിക ജ്ഞാനത്തിന്റെ സൗരഭ്യമാണ് ഞങ്ങളേറെ ആഗ്രഹിക്കുന്നത് എന്ന് ചിന്തിച്ചവരാണ് മലക്കുകൾ. ഉസ്ജുദു ഫസജദു, കേട്ടപാടെ സുജൂദ് ചെയ്തു. എന്നാൽ ഇയാൾ കേട്ടപാടെ സുജൂദ് ചെയ്യുകയല്ല ചെയ്തത്, അയാൾ പ്രതിഷേധം കാണിച്ചു, അയാൾ കിബർ കാട്ടി. അയാൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് പറഞ്ഞു, ഞാൻ സൃഷ്ടിക്കപ്പെട്ടത് അഗ്നി കൊണ്ടാണ്, അവൻ സൃഷ്ടിക്കപ്പെട്ടത് മണ്ണുകൊണ്ടാണ്. മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവന്റെ മുമ്പിൽ ഞാൻ എന്തിനു സുജൂദ് ചെയ്യണം? ആ ചോദ്യത്തിന് അല്ലാഹു ഉത്തരം നൽകിയത് ഇതാണ്: ഫഖ്റുജ്, കടന്നു പോകണം നീ ഇവിടെ നിന്ന്. ഫഇന്നക റജീം, നീ എന്റെ അനുഗ്രഹത്തിന്റെ ഈ പരിശുദ്ധമായ വഴിയിൽ നിൽക്കരുത്, കടന്നു പോകണം എന്നായിരുന്നു ശൈത്താനോട്. ഒറ്റക്കാരൻ ഞാൻ ചോദിക്കട്ടെ, ഇബ്ലീസ് അല്ലാഹുവിനെ നിഷേധിച്ചിട്ടില്ലല്ലോ. ഇബ്ലീസ് സയ്യിദുന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന അല്ലാഹു ആദരിച്ച മഹാനായ പ്രവാചകനെതിരെ പറഞ്ഞു എന്നതല്ലാതെ ഇബ്ലീസ് പടച്ച റബ്ബിനെ നിഷേധിച്ചിട്ടില്ല, അല്ലാഹുവിനെ നിഷേധിച്ചിട്ടില്ല. എത്രത്തോളം എന്നോ അല്ലാഹു തന്നെ പറയുന്നുണ്ടല്ലോ. ശൈത്താന്റെ ഒരു ഉദാഹരണം: കമസലി ശൈത്താൻ ഇദ് ഖാല ലിൽ ഇൻസാനി ഉക്ഫുർ ഫലമ്മാ കഫർ ഖാല ഇന്നി ബരീഉം മിൻക ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. കമസലി ശൈത്താൻ, പിശാചിന്റെ ഉദാഹരണം പോലെ. അവൻ പറയും, മനുഷ്യനോട് നീ കാഫിറാകണമെന്ന്, നീ നിഷേധിയാകണമെന്ന്, നീ സത്യപാന്താവിൽ നിന്ന് വ്യതിചലിച്ചു പോകണമെന്ന്, നീ നന്മയുടെ മാർഗത്തെ അവലംബിക്കുന്ന മുത്തഖീങ്ങളുടെ മാർഗത്തിൽ നിന്ന് മാറി നിൽക്കണമെന്ന് അങ്ങനെ പറയുകയും അങ്ങനെ മാറുകയും ചെയ്തവൻ
എന്നിട്ടവൻ കാഫിറാകുമ്പോ ഖാല, അപ്പൊ ഇബ്ലീസ് പറയും ഇന്നി ബരീഉം മിൻക, ഇതുവരെ ഞാൻ നിന്റെ കൂട്ടുകാരനായിരുന്നു, ഇതുവരെ ഞാൻ നിന്റെ സുഹൃത്തായിരുന്നു, നിന്റെ കൂടെ ഉണ്ടായിരുന്നു, പക്ഷേ ഇന്നു മുതൽ ഞാനും നീയും തമ്മിൽ ബന്ധമില്ല. ഇന്നി ബരീഉം മിൻക, ഇതുവരെ ഉണ്ടായിരുന്നു ഞാൻ. പക്ഷെ ഇപ്പോ പുതിയ ജനറേഷന് മനസ്സിലാവുന്ന ഒരു ഭാഷ പറയട്ടെ. ഫേസ്ബുക്കിലുണ്ടല്ലോ ഫ്രണ്ടാക്കലും അൺഫ്രണ്ടാക്കലും. ഇബ്ലീസ് ഇപ്പോ മനുഷ്യനെ അൺഫ്രണ്ടാക്കി. എന്തുകൊണ്ട്? മനുഷ്യൻ കാഫിറായപ്പോ ഇബ്ലീസ് ഇങ്ങനെയാ പറയുന്നത്, ഇന്നി ബരീഉം മിൻക, ഞാൻ ഏതായാലും ഒഴിവാണ്, ഇതുവരെ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നു. എന്താ കാരണം? ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, ഞാൻ ഈ പ്രപഞ്ചത്തിന്റെ പരിപാലകനാകുന്ന ഉടമസ്ഥനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ പേടിക്കുന്നു. നിന്റെ നേരെ എങ്ങാനും വരുന്ന അല്ലാഹുവിന്റെ കോപം അതെങ്ങാനും എന്റെ തലയിലും വീഴുമോ എന്ന് ഞാൻ പേടിക്കുന്നു. അതുകൊണ്ട് ഞാനും നീയും തമ്മിൽ ഒഴിവാണെന്ന് സാക്ഷാൽ ശൈത്താൻ മനുഷ്യനോട് പറയുമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. നോക്കൂ നിങ്ങൾ, പടച്ചവനില്ലെന്ന് പറയാൻ ഇബ്ലീസ് തയ്യാറില്ല. പടപ്പ് പറഞ്ഞാലും ഇബ്ലീസിന് പടച്ചവനില്ലെന്ന് പറയാൻ കഴിയില്ല. ഇതേ അർത്ഥത്തിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സഹാബത്തിന്റെയും ബദറിൽ നിൽപ്പ്, അങ്ങനെ ബദറിൽ മഹാന്മാരായ സഹാബത്ത് നിൽക്കുമ്പോ മറുഭാഗത്തുണ്ട് കുഫാറുകൾ, കാഫിരീങ്ങൾ അവരുടെ കൂടെയുണ്ട്. ഇതേപോലെ ഇബ്ലീസ് കൈപിടിച്ചു നിൽക്കുന്നു. ആ സമയത്താണ് അള്ളാഹുവിന്റെ പരിശുദ്ധരായ മലക്കുകൾ വന്ന് മലമടക്കുകൾ ഇറങ്ങുന്നത് കണ്ടപ്പോ മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനെ സഹായിക്കാൻ മഹാന്മാരായ മലക്കുകൾ വരുന്നു എന്ന് കണ്ടപ്പോഴും ഇതേ വർത്തമാനം തന്നെ ശൈത്താൻ പറയുന്നുണ്ട്, ഇന്നി ബരീഉം മിൻകും, ഞാൻ പോകാൻ. എന്താ കാരണം? ഇന്നി അറാ മാ ലാ തറൗന, നിങ്ങൾ കാണില്ലെങ്കിലും ഞാൻ ചില സംഭവങ്ങൾ കാണുന്നുണ്ട്. ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, ഞാൻ പടച്ചറബിനെ പേടിക്കുന്നു. ഞാൻ ആലോചിച്ചു പോകാറുണ്ട്, ഈ പിശാചിന് സംഭവിച്ചൊരൊറ്റ അബദ്ധം, അള്ളാഹു ആദരിച്ചവനെ ആദരിച്ചിട്ടില്ല എന്നതാണ്. ഉസ്താദിനെ മാനിച്ചിട്ടില്ല എന്നതാണ്. ആലിമിനെ ബഹുമാനിച്ചിട്ടില്ല എന്നതാണ്. ഗുരുവിനെതിരായി പറഞ്ഞു എന്നതാണ്. അതല്ലാത്ത ഒരു തെറ്റുമല്ല ഇബ്ലീസ് ചെയ്തത്. അതിനേക്കാൾ വലിയ തെറ്റ് മനുഷ്യകുലത്തിൽ എല്ലാ കാലത്തും ഉണ്ടായിരുന്ന സൈദ്ധാന്തികർ, ലോകത്ത് കടന്നു വന്നിട്ടുള്ള വലിയ പരിഷ്കർത്താക്കൾ, ലോകത്ത് കടന്നു വന്ന വലിയ വിപ്ലവ നായകന്മാർ, അവരൊക്കെയും അള്ളാഹുവിനെ നിഷേധിക്കുകയും ദൈവനിഷേധമാണ് തന്റെ സിദ്ധാന്തത്തിന്റെ ABC എന്ന് പോലും പറയുകയും ചെയ്തിട്ടുണ്ട്. വ്ളാദിമീർ ഇലീച്ച് ലെനിൻ സാക്ഷാൽ സോവിയറ്റ് റഷ്യയുടെ ആധിപത്യം ഏറ്റെടുക്കുമ്പോൾ അന്ന് ലോകത്തോട് ആദ്യം പ്രഖ്യാപിച്ചത് ഇങ്ങനെയാണ്: വി വിൽ ഗ്രാപ്പിൾ വിത്ത് ദ ഗോഡ്, വി വിൽ കോൺകർ ഹിം ഇൻ ദ ഹയസ്റ്റ് ഹെവൻ, വെനെവർ ഹി സീക്സ് റെഫ്യൂജ് വി വിൽ സബ്ഡ്യൂ ഹിം ഫോർ എവർ എന്നായിരുന്നു. നാം ദൈവത്തെ അത്യുന്നതമായ സ്വർഗത്തിൽ വെച്ച് ഏറ്റെടുക്കും, ഏറ്റുമുട്ടും, യുദ്ധം ചെയ്യും. കോൺകർ ഹിം, അങ്ങനെ കീഴടക്കും. വെനെവർ ഹി സീക്സ് റെഫ്യൂജ്, എവിടെയെങ്കിലും പോയി ദൈവം തമ്പുരാൻ ഒളിക്കാൻ ശ്രമിച്ചാൽ വി വിൽ സബ്ഡ്യൂ ഹിം ഫോർ എവർ, എന്നേക്കുമായി ദൈവം തമ്പുരാന്റെ കശാപ്പ് നമ്മൾ നടത്തും എന്നായിരുന്നു വ്ളാദിമീർ ഇലീച്ച് ലെനിൻ, VI ലെനിൻ, ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രത്തിന്റെ അധിപന്റെ പ്രഖ്യാപനം. എന്നിട്ടും ഈ ലെനിനൊന്നുമല്ല ചരിത്രത്തിൽ ഇബ്ലീസ്. നോക്കൂ നിങ്ങൾ, മനുഷ്യരിലെ ദൈവനിഷേധികളെ അല്ല ചരിത്രത്തിൽ പറഞ്ഞത്, അവനെ പഴപ്പിച്ചവനാകുന്ന ഇബ്ലീസിനെയാണ്. എന്താ ഇബ്ലീസിന്റെ പഴവിന് കാരണം? ഇബ്ലീസ് സയ്യിദുന ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെതിരെ പറഞ്ഞു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെതിരെ പറഞ്ഞു. നിഷേധിയായ മനുഷ്യൻ, പ്രപഞ്ചത്തിൽ അങ്ങനെ ഒരു ദൈവമുണ്ടോ എന്ന ചിന്തയുടെ മുമ്പിൽ ഇല്ലെന്ന് പറയാൻ ശാസ്ത്രീയമായ അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്ന മനുഷ്യൻ, എന്നിട്ട് പോലും അള്ളാഹു മനുഷ്യന്റെയും മനുഷ്യകുലത്തിന്റെയും ശത്രുവാക്കി കാണിച്ചു നിന്ന ഇബ്ലീസ് അള്ളാഹുവിനെ നിഷേധിക്കുകയല്ല ചെയ്തത്, ആദമിനെ അംഗീകരിക്കാതിരിക്കുക മാത്രമാണ് ചെയ്തത്. പക്ഷെ അത് അപകടമാണ്. അതാണ് വലിയ അപകടം. നിഷേധിയായവർ പലപ്പോഴും രക്ഷപ്പെട്ടിട്ടുണ്ട്. ഞാനൊരു മുഹൂർത്തം ഓർക്കുക. അഷ്റഫുൽ ഖൽഖിന്റെ മുമ്പിൽ വന്നൊരു മനുഷ്യൻ വിതുമ്പി കരയാൻ, നബിയെ എനിക്ക് മാപ്പുണ്ടാകോ, ഞാൻ കൊന്നത് അങ്ങയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന മനുഷ്യനെയാണ്, അങ്ങയുടെ പ്രിയപ്പെട്ട പിതൃവ്യനെയാണ്, ഹംസയെയാണ്. ആ പ്രിയപ്പെട്ട പിതൃവ്യനെ കൊല ചെയ്തിട്ടുള്ള ഞാൻ രക്ഷപ്പെടുമെന്ന് അങ്ങ് പറഞ്ഞാലും എനിക്ക് വിശ്വസിക്കാനാകുന്നില്ല എന്നായിരുന്നു. നബി തിരുമേനി ആശ്വാസവചനങ്ങൾ മുഴിഞ്ഞുകൊണ്ടേയിരുന്നു. വഹ്ശി ഈ പരിശുദ്ധ മതത്തിലേക്ക് കടന്നു വരുന്നതോടുകൂടെ അങ്ങയുടെ എല്ലാ പാപങ്ങളും അള്ളാഹു പൊറുക്കുമെന്ന് തന്നെയാണ് റബ്ബിന്റെ വാഗ്ദാനം.
അതുകൊണ്ട് വഹ്ശി ഈ ദീനിലേക്ക് കടന്നോളൂ, സ്വച്ഛന്തമായി ജീവിച്ചോളൂ എന്ന് പറയുമ്പോഴും ആ മനുഷ്യന്റെ ഹൃദയം ഒരു കടലിരുമ്പുന്നത് പോലെ ഇരമ്പിക്കൊണ്ടേയിരുന്നു. ആ സമയത്ത് വന്നു ജിബ്രീൽ. ലോകത്തിന് നൽകിയ ഒരു സമ്മാനം പോലെ ജിബ്രീൽ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിൻ റഹ്മത്തില്ലാഹ്. അത് കേട്ടപ്പോ സഹാബത്ത് തന്നെ ചോദിക്കും, നബിയെ ഇത് വഹ്ശിക്ക് മാത്രമാണോ അത് എല്ലാവർക്കും ഉള്ളതാണോ? അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, അതെ എല്ലാവർക്കും ഉള്ളതാണ്. എന്തേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആരായി വഹ്ശി? അഷ്റഫുൽ ഖൽഖിന്റെ പിതൃവ്യൻ സയ്യിദുനാ ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ പിന്നിൽ നിന്ന് ചാട്ടുളി പ്രയോഗിച്ച് കൊന്നുകളഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘാതകനാണ് വഹ്ശി. പക്ഷേ ആ വഹ്ശിക്ക് മുമ്പിലാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത്, നബിയെ പറയണം, ഒരുപാട് തെറ്റ് ചെയ്ത മനുഷ്യർ അവസാനം വന്നു നിന്ന് എന്റെ മുമ്പിലേക്ക് വന്നാൽ ലാ തഖ്നതൂ മിൻ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിങ്ങൾ ഒരിക്കലും നിരാശ വേണ്ടതില്ല എന്ന് തന്നെ പറഞ്ഞു കൊടുക്കണം. വഅനീബൂ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് മടങ്ങാൻ. നോക്കൂ, ആ വഹ്ശി എന്ന് കേൾക്കുമ്പോ നാം എന്തേ ചെല്ലേണ്ടത്? വഹ്ശി റളിയല്ലാഹു അൻഹു എന്നാണ് ചൊല്ലുന്നത്. വഹ്ശി റളിയല്ലാഹു അൻഹു. ആരാ വഹ്ശി? അഷ്റഫുൽ ഖൽഖിന്റെ പ്രിയപ്പെട്ട പിതൃവ്യനെ കൊല ചെയ്ത വഹ്ശി തന്നെ അഷ്റഫുൽ ഖൽഖിനെതിരായി വന്ന ഒരു കള്ളപ്രവാചകനെ കൊല ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്, ഞാനൊരു നല്ല മനുഷ്യനെ കൊന്നു, ഞാൻ ഇന്ന് ചരിത്രത്തിൽ ഏറ്റവും മോശമായൊരു മനുഷ്യനെയും കൊന്നു, ആ നല്ല മനുഷ്യനെ കൊന്നതിന്റെ പ്രതികാരം ഇതാ ഞാൻ ചെയ്തു കഴിഞ്ഞു എന്ന് സയ്യിദുനാ വഹ്ശി. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിനെ നിഷേധിക്കുക എന്ന് പറയുന്നത് തെറ്റല്ല എന്നല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ ഇനി വായിക്കണ്ട. പക്ഷേ മാരകമാം വിധം പടച്ച തമ്പുരാൻ അള്ളാഹു ആദരിച്ച ആലിമീങ്ങൾക്കെതിരായി പറഞ്ഞവൻ രക്ഷപ്പെടുന്നില്ല എന്നാണ്. ഈ ഉമ്മത്തിന്റെ നേതാക്കൾക്കെതിരായി പറഞ്ഞവൻ രക്ഷപ്പെടുന്നില്ല എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു പറഞ്ഞത്, അവൻ പോണ വഴിയേ പോകും. നുവല്ലിഹി മാ തവല്ല, അവൻ പോയ വഴിയേ പോകും. വനുസ്ലിഹി ജഹന്നം, എന്നിട്ട് നരകത്തിലേക്ക് ചേർക്കും. വലിയൊരു ആലിമായിരുന്നു ഖാറൂൻ. പക്ഷെ സയ്യിദുനാ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെതിരായി വർത്തമാനം പറഞ്ഞാൽ ഭൂമിയിൽ മൂസയുടെ സമുദായത്തിന്റെ ഐക്യം തകർക്കാൻ സയ്യിദുനാ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിനെതിരായി വർത്തമാനം പറഞ്ഞ ആളായിരുന്നു ഖാറൂൻ. ഖാറൂന്റെ കഥ പറയുന്നിടത്ത് അല്ലാഹു പറയുന്നുണ്ട്, ഖാറൂൻ മൂസനയുടെ അതേ വർഗത്തിൽപ്പെട്ട ആളാണ്. ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ ഫബഗാ അലൈഹിം, നിശ്ചയം മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനതയിൽപ്പെട്ട ആളായിരുന്നു ഖാറൂൻ. പക്ഷേ ആ ജനതയിൽ അവൻ അതിക്രമം കാണിച്ചു, അവൻ കുഴപ്പമുണ്ടാക്കി. ഈ ഉമ്മത്തിന്റെ ഐക്യത്തിൽ കുഴപ്പമുണ്ടാക്കുന്നവൻ വലിയ കുഴപ്പക്കാരനാകുന്നു എന്ന് തന്നെയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്ഥാപിക്കുന്നത്. എന്നാലോ പടച്ച റബ്ബ് പറഞ്ഞു, ആ കുഴപ്പക്കാരന് നാം കൊടുക്കാവുന്നതിന്റെ അങ്ങേയറ്റം കൊടുത്തു. നമ്മൾ വിചാരിക്കാറുണ്ടാവും, അയാൾ വലിയ കുഴപ്പക്കാരനാണെങ്കിൽ പിന്നെ അയാൾക്കെന്തിനാ ഇങ്ങനെ കാശ് കൊടുത്തത്, അയാൾക്കെന്തിനാ ഇത്ര സൗകര്യം ചെയ്തു കൊടുത്തത് ചോദിക്കാറില്ലേ നമ്മുടെ നാട്ടിൽ പലരും. അള്ളാഹു തന്നെ പറയുന്നത്, ആതൈനാഹു മിനൽ കുനൂസ്, സകല നിക്ഷേപങ്ങളുടെയും താക്കോൽ കൂട്ടങ്ങൾ നാം അവനാണ് കൊടുത്തത്. അവന്റെ ഈ ഭണ്ഡാകാരങ്ങളുടെ താക്കോൽ കൂട്ടങ്ങൾ വഹിക്കണമെങ്കിൽ പോലും ആ കാലഘട്ടത്തിലെ ഏറ്റവും നല്ല ബലമുള്ള ഒരു പറ്റം ആളുകൾ വേണ്ടിവരുമായിരുന്നു, അവർക്ക് പോലും ബുദ്ധിമുട്ടാകുമായിരുന്നു. وآتيناه من الكنوز ما إن مفاتحه لتنوء بالعصبة أولي القوة. അതീവ ശക്തരായ ഒരു പറ്റം ആളുകൾക്ക് പോലും ബുദ്ധിമുട്ടാകുന്ന വിധം അവന്റെ ഈ നിക്ഷേപങ്ങളുടെ ഭണ്ഡാകാരങ്ങളുടെ താക്കോൽ കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഖുർആൻ. എല്ലാം കൊടുത്തപ്പോ മുഅ്മിനീങ്ങൾ ഇയാളോട് പറഞ്ഞുകൊണ്ടേയിരുന്നു, ലാ തബ്ഗി ഫിൽ അർളി ഫസാദ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത്, ഈ ഐക്യത്തെ തകർക്കരുത്. ഈ ഉമ്മത്തിന്റെ നേതാവ് സയ്യിദുനാ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ആ ഐക്യം തകർക്കരുത്. ആ ഐക്യം തകർന്നാൽ ഈ ഭൂമിയിൽ ഈ ഉമ്മത്തെന്ന് പറയുന്ന ഏകോപിതമായ സംവിധാനം തകർന്നാൽ അത് നാശത്തിനു കാരണമാകും. അതുകൊണ്ട് ഖാറൂൻ, ആ പണിക്കു നീ നിൽക്കരുത് എന്നായിരുന്നു മഹാനായ സയ്യിദുനാ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലെ മഹാന്മാരായ മുഅ്മിനീങ്ങൾ ഖാറൂനെ ബോധ്യപ്പെടുത്തിയത്. എന്നിട്ടും അള്ളാഹ് കൊടുത്ത സൗകര്യത്തിന്റെ മേൽ അവൻ അഹങ്കരിച്ചു. അപ്പൊ സത്യവിശ്വാസികളെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഉമ്മത്ത് എന്ന് പറയുന്നത് വലിയ ഏകോപിതമായൊരു സംവിധാനമാണ്. ഈ ഏകോപിത സംവിധാനം തകർക്കപ്പെടുന്ന വിധത്തിൽ ആര് പെരുമാറുമ്പോഴും നമ്മൾ ആലോചിക്കണം, അത് വലിയ നാശാണ്.
അയാളെ ഉപദേശിച്ചവരോടൊക്കെ അയാൾ പറഞ്ഞൊരു വർത്താനം തരുന്നു എന്നറിയോ? ഇന്നമാ ഊതീതു അലാ ഇൽമിൻ ഇൻദി, ഇതൊക്കെ എന്റെ വിവരാണ്, എന്റെ വിവരത്തിൽ നിന്ന് ലഭ്യമായതാണ് ഇതെല്ലാം തന്നെ. എന്റെ അഹങ്കാരത്തിന്റെ വലിപ്പം കാണിക്കാൻ പോകുന്നു. അയാൾ അങ്ങനെ ഭൂമിയിൽ ആഹ്ലാദിച്ചും ഭൂമിയിൽ അലങ്കൃതമായ വലിയ വലിയ വാഹനയാത്രകൾ നടത്തിയുമൊക്കെ നടന്നു. അവസാനം പടച്ച റബ്ബ് പറഞ്ഞു, അവനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഫഖസഫ്നാ ബിഹി വബിദാരിഹി, ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു. ഈ ചരിത്രമൊക്കെ പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം, എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്ന ഖുർആനില്ല. എല്ലാ കാലത്തും സമൂഹത്തിൽ ഇത്തരം ഛിദ്രശക്തികൾ ഉണ്ടായിട്ടുണ്ട്. അല്ലാഹു കാക്കട്ടെ. കാരണം നമ്മെ നമ്മുടെ പാരമ്പര്യത്തിൽ ഉറപ്പിച്ചു നിർത്തിയത് ഗുരുക്കളാണ്. ഗുരുവര്യന്മാരും സയ്യിദുമാരും ഉണ്ടാക്കി തന്ന പാരമ്പര്യമാണ് നമ്മുടെ. ഈ ഖാദിമാർ തന്നെ, ഈ ഖാദിമാർ നീതിയുടെ ഉത്കൃഷ്ടമായ പാന്താവ് കാണിച്ചു വന്ന ഈ ഖാദിമാർ, നീതിയാണല്ലോ ഏറ്റവും പ്രധാനം. പരിശുദ്ധ ഇസ്ലാമിലെ ഖാദിമാരുടെ പ്രത്യേകതയെ കുറിച്ച് ആലോചിച്ച് നോക്കണം. ഒരു ഖാദി വിധി നടപ്പിലാക്കാൻ പോകാൻ ഖാദിയുടെ കോർട്ടിൽ വന്നിരിക്കുന്ന ആളാരെന്നറിയോ? ആ ഖാദിയെയും നിയമിച്ചിട്ടുള്ള ഇസ്ലാമിക ഖിലാഫത്തിന്റെ ഖലീഫ, അതായത് ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ പ്രസിഡന്റ് സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഒരു ഭാഗത്ത് നിൽക്കുന്നത് അലി ഇബ്നു അബീ ത്വാലിബാണ്, മറുഭാഗത്ത് നിൽക്കുന്നത് ആ സ്റ്റേറ്റിൽ, ഇസ്ലാമിക സ്റ്റേറ്റിൽ ഒരാൾ എന്നർത്ഥത്തിലല്ലാതെ മറ്റൊരു പദവിക്കും യോഗ്യനല്ലാത്തൊരു ജൂതൻ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാദി ശുറൈഹ്, ഈ പ്രതി എന്റെ പടയങ്കിയാണ് കട്ടെടുത്തിട്ടുള്ളത് എന്നെനിക്ക് ബോധ്യമാണ്, അതുകൊണ്ട് എന്റെ പടയങ്കി തിരിച്ചു തരാൻ ഇദ്ദേഹത്തോട് അങ്ങ് കൽപ്പിക്കണം എന്ന് പറഞ്ഞപ്പോ ഖാദി ശുറൈഹിന്റെ വർത്തമാനം ഇതായിരുന്നു: ഖലീഫ, അങ്ങയുടെ സാക്ഷികളാരാ? അങ്ങ് കൊണ്ടുവന്ന ഈ പടയങ്കി അങ്ങയുടേത് തന്നെയാണെന്ന് പറയാൻ കഴിയുന്ന സാക്ഷിയാരാ? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ സാക്ഷി അഷ്റഫുൽ ഖൽഖിന്റെ പേരക്കുട്ടി എന്ന നിലയിൽ പുണ്യ റസൂലിന്റെ നെഞ്ചത്ത് കിടന്നു വളർന്ന ഇതാ ഈ ഹസനാണ്, സയ്യിദുനാ ഹസൻ റളിയല്ലാഹു തആല അൻഹു ആണ്. മറ്റൊരാൾ എന്റെ സാക്ഷി എന്റെ ഭൃത്യനാണ്, എന്റെ അടിമയാണ്. ഇവ രണ്ടുപേരും പോരെ എന്റെ സാക്ഷികളായി എന്ന് പറയുമ്പോ ഖാദി ശുറൈഹിനൊരു വർത്തമാനം പറയാനുണ്ടായിരുന്നു: ഖലീഫ, അങ്ങയുടെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രത്യേകത, ഈ രണ്ട് ഖാദിമാരും ഈ രണ്ട് സാക്ഷികളും സ്വാഭാവികമായും അങ്ങക്ക് വേണ്ടി വിധി പറയാനും അങ്ങക്ക് വേണ്ടി സാക്ഷി നിൽക്കാനും ബാധ്യതയുള്ളവരാണ്. ഒന്നങ്ങയുടെ മകനാണ്, മറ്റൊന്നങ്ങയുടെ ഭൃത്യനാണ്. സ്വാഭാവികമാണ് അവർ ബയസ്ഡ് ആകും. നിയമത്തിന്റെ ഒരു പ്രത്യേക രീതിയാണല്ലോ പക്ഷം ചേരാതിരിക്കുക എന്നത്. ഇവിടെ സ്വാഭാവികമായും ബയസ്ഡ് ആവും. അങ്ങനെ വന്നാൽ അങ്ങയുടെ ഈ സാക്ഷികളെ അംഗീകരിക്കാൻ എനിക്കെങ്ങനെയാ സാധിക്കുക? അതുകൊണ്ട് ഖാദി അതുകൊണ്ട് ഖലീഫ അമീറുൽ മുഅ്മിനീൻ, താങ്കളുടെ സാക്ഷികളെ സ്വീകരിക്കാൻ വയ്യ, ഇദ്ദേഹത്തിന് അനുകൂലമായി വിധി പ്രഖ്യാപിക്കാതിരിക്കാൻ വയ്യ. ഈ പടയങ്കി അങ്ങയുടേതാണെന്ന് തെളിവ് സഹിതം സമർപ്പിക്കാൻ അങ്ങയുടെ ഭാഗത്തും തെളിവില്ലാത്തത് കൊണ്ട് ഇത് ഈ മനുഷ്യന്റേത് തന്നെയാണെന്ന് ഞാൻ വിധി കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു ഖാദി ശുറൈഹ് റളിയല്ലാഹു അൻഹു. ആ കോർട്ടിന്റെ പടി ഇങ്ങനെ ഇറങ്ങി വരുമ്പോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു എന്ന ഖലീഫ അമീറുൽ മുഅ്മിനീൻ ഇറങ്ങി വരുമ്പോ ഈ പടയങ്കി കൈപിടിച്ചു നിന്നിട്ട് ഈ ജൂതൻ ലോക ചരിത്രത്തിന്റെ ഇന്നലകളെ വായിച്ചെടുത്താൽ ഇസ്ലാം എന്തു നീതിയാണ് ചെയ്തതെന്ന് പഠിപ്പിക്കാൻ ഖാദി ശുറൈഹിന്റെ ഈ ഒരൊറ്റ ഖലാ മതി, ഈ ഒരൊറ്റ ജഡ്ജ്മെന്റ് മതി. ഖാദി ശുറൈഹിന്റെ ഖലാ കേട്ടിട്ട് തിരിച്ചു വരുമ്പോ തലകുനിച്ചിറങ്ങി വരുന്ന മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ വന്നിട്ട് ഈ പടയങ്കി ആ മനുഷ്യന്റെ കയ്യിലങ്ങ് വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു: സമ്മതിക്കണം ഇസ്ലാമിനെ, നിങ്ങളുടെ നീതിബോധത്തെ സമ്മതിക്കണം. അങ്ങേപ്പോലെ ഈ ഇസ്ലാമിക സ്റ്റേറ്റിന്റെ ഭരണാധിപൻ നിശബ്ദമായി മാത്രം കേൾക്കേണ്ടി വരുന്ന തരത്തിൽ അനിഷേധ്യനായ ഭരണാധിപ, അങ്ങയുടെ മുമ്പിൽ പോലും നീതി പറയാൻ സാധിക്കുന്ന ഒരു ഖാദിയുണ്ടെന്ന് പറയുമ്പോ ഞാൻ എങ്ങനെ ഇസ്ലാമിനെ അംഗീകരിക്കാതിരിക്കും? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആ ജൂതൻ മുസ്ലിമായി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധമായ ഈ തത്വസംഹിതയെ അംഗീകരിക്കുന്നു. ഈ ഖാദിമാരെ അംഗീകരിച്ചതാണ് ഇസ്ലാമിന്റെ ചരിത്രം. കേരളത്തിലും നമ്മളിവിടെ നാം പോരാട്ടങ്ങൾ നടത്തിയ ഇന്നലകളുടെ ചരിത്രം പരിശോധിച്ചോളൂ. നിങ്ങൾ അവിടെ കാണുന്നത് ഖാദിമാരെ തന്നെയാണ്.
ഇവിടെ കടന്നു വന്ന പോർച്ചുഗീസുകാരനെതിരെ ഏറ്റവും അധികം ശക്തമായി സംസാരിക്കുകയും ഈ പോർച്ചുഗലിനെതിരെയുള്ള പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തത് മഹാനായ ഖാലി മുഹമ്മദാണ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. പള്ളിമേടകളിൽ തങ്ങൾക്ക് കിട്ടിയ സ്ഥാനം അലങ്കരിച്ച് കുത്തിയിരിക്കുകയായിരുന്നില്ല ആ ഖാലി. അന്നത്തെ സാമൂഹിക രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെട്ട് തന്റെ സമൂഹത്തോട് സാമൂതിരിക്ക് വേണ്ടി പോരാടാൻ കൽപ്പിക്കുകയായിരുന്നു ആ ഖാലി. ഒരു കാലത്തെ പണ്ഡിതന്റെ നേതൃത്വം അവന്റെ രാഷ്ട്രീയ സാമൂഹിക ബാധ്യതയെ കൂടി നിർവഹിച്ചു പോന്ന നേതൃത്വമാണ്. ആ നേതൃത്വമാണ് കേരളത്തിലെ മുസ്ലിങ്ങളെ ഇങ്ങനെയൊക്കെ ആക്കിയത്. അള്ളാഹു നിലനിർത്തുമാറാകട്ടെ. ആരാ ഈ പാരമ്പര്യത്തെ ചോദ്യം ചെയ്യാനുള്ളവൻ? ആരാ ഖാലി മുഹമ്മദ്? ഖാലി മുഹമ്മദ് തന്നെയാണ് കോഴിയുടെ മുള്ളോട് കൂകന്നു ചെന്നാരെ കുശാതെ കൂകി പാറപ്പിച്ചു വിട്ടോവർ എന്ന് പാട്ടുപാടിയത്. അതായത് യഥാർത്ഥ മുഹീദ്ദീൻ മാലയുടെ കർത്താവ് ഖാലി മുഹമ്മദാണ്. ഏതോ ഒരു മുല്ലാക്ക എഴുതി വച്ചതാണ് ഈ മുഹീദ്ദീൻ മാല എന്ന് പറയുമ്പോൾ ആലോചിക്കണം. ആ മുല്ലാക്കയാണ് സാമ്രാജ്യത്വ വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ അപ്പോസ്തലനായി ഈ സമുദായത്തെ, പ്രത്യേകിച്ചും മലബാറിലെ മുസ്ലിങ്ങളോട് മലബാറിന്റെ സാമൂതിരി മഹാരാജാവിന്റെ കൂടെ നിന്ന് നമുക്കെതിരായി, നമ്മുടെ സംസ്കൃതിക്കെതിരായി, നമ്മുടെ മണ്ണിനെതിരായി കടന്നു വന്ന പോർത്തുഗലിനെതിരെ പൊരുതണമെന്ന പാഠം പഠിപ്പിച്ചത് മഹാനായ ഖാലി മുഹമ്മദാണ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. നമ്മുടെ പാരമ്പര്യം എന്താ? അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ പാരമ്പര്യം. മഹാനായ ഷെയ്ഖ് മുഹ്യിദ്ദീൻ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് ഈ മുസ്ലിം ഉമ്മത്തിന് പഠിപ്പിച്ചു തന്ന മുഹ്യിദ്ദീൻ മാല എഴുതിയത് ഖാലി മുഹമ്മദാണ്. ആ കൈകൊണ്ട് തന്നെയാണ് ഫത്ഹുൽ മുബീൻ എന്ന ഗ്രന്ഥം എഴുതിയത്. ഫത്ഹുൽ മുബീൻ എന്താ ഗ്രന്ഥത്തിന്റെ പ്രത്യേകത? സാമൂതിരി രാജാവിന് വേണ്ടി പടപൊരുതിയ നായർ പടത്തലവന്മാർ ജയിച്ചടങ്ങിയ, അവർ ജയിച്ചതിന്റെ വിജയപേര് മുഴക്കിക്കൊണ്ടാണ് ഫത്ഹുൽ മുബീൻ എന്ന് മഹാനായ ഖാലി തന്റെ കൈകൊണ്ട് എഴുതിയത്. ഇതൊരു വിജയത്തിന്റെ വിളംബരാണ്. ഏതാ വിജയം? പോർച്ചുഗലിന് എതിരായി സാമൂതിരി രാജാവിന്റെ പടത്തലവന്മാരായ നായർ പടയാളികൾ മുസ്ലിങ്ങളല്ല. ചരിത്രം പരിശോധിച്ചാൽ അറിയാം. നായന്മാർ അവർ നടത്തിയ പോരാട്ടത്തെ, അതിന്റെ വിജയത്തെ സ്ഥാപിക്കുകയും അത് പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ട് സന്തോഷത്തോടെയാണ് മഹാനായ ഖാലി മുഹമ്മദ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ ഫത്ഹുൽ മുബീൻ എന്ന ഗ്രന്ഥം എഴുതുന്നത്. നോക്കൂ നിങ്ങൾ, ഈ പാരമ്പര്യം മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും ഇങ്ങനെ സൗഹൃദത്തിൽ നിലനിർത്തിയ പാരമ്പര്യമാണ്. ഈ പാരമ്പര്യം സാമൂതിരി രാജാവിന്റെ കൂടെ നിന്നുകൊണ്ട് പോർച്ചുഗലിനെതിരെ മുസ്ലിങ്ങളോട് പൊരുതണമെന്നാവശ്യപ്പെട്ട പാരമ്പര്യമാണ്. ഈ പാരമ്പര്യം മതത്തിന്റെ ആധ്യാത്മികമായ നന്മകളെ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ രാഷ്ട്രീയത്തിന്റെ നന്മയെക്കുറിച്ച് പറഞ്ഞു തരികയും ആ രാഷ്ട്രീയം തങ്ങൾക്ക് അന്യമായതല്ലെന്ന് പഠിപ്പിക്കുകയും ചെയ്ത പാരമ്പര്യമാണ്. അതാണ് ആ പാരമ്പര്യം. അതുകൊണ്ടാണ് ഖാലി മുഹമ്മദ് പറഞ്ഞത് പോർച്ചുഗലിനെതിരെ പൊരുതണം. സാമൂതിരി മഹാരാജാവിന്റെ കൂടെ നിന്നുകൊണ്ട് നാം പൊരുതിയെ പറ്റൂ, മഹാനായ ഖാലി മുഹമ്മദ്. പിന്നെ അത് പറഞ്ഞയാൾ മഹാനായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ തഹരീൽ എന്ന് പറയുന്നൊരു കാവ്യം എഴുതി മഹാനവർകൾ. എന്നിട്ട് പറഞ്ഞു, ഈ ഉമ്മത്ത് പോർച്ചുഗലിനെതിരെ പൊരുതിയെ പറ്റൂ. കാരണം സാമൂതിരി രാജാവ് മുസ്ലിങ്ങൾക്ക് ചെയ്തു തരുന്ന സ്വാതന്ത്ര്യവും നന്മയും മതപരമായ അവർക്കുള്ള സ്വാതന്ത്ര്യവും അത് സ്ഥാപിച്ചു കിട്ടാൻ പോർച്ചുഗലിനെതിരെ പൊരുതണം. ഈ മണ്ണ് നമ്മുടേതാണ്, ഈ മണ്ണ് നിലനിർത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ് എന്ന് പറഞ്ഞായിരുന്നു. ബേക്കൽ എന്ന് ഞാനിത് പറയുമ്പോ സ്വാതന്ത്ര്യ പോരാട്ടങ്ങളുടെയും വിജയ തേരോട്ടങ്ങളുടെയും ചരിത്രത്തിന്റെ ഭൂമിക കൂടിയാണ് ബേക്കൽ. ഈ തൊട്ടടുത്ത ബീച്ചിൽ ഇവിടെയാണ് ടിപ്പു വന്ന് കോട്ട കെട്ടിയത്. ഇവിടെയാണ് ചരിത്രത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഏറ്റവും വലിയ പോരാട്ടം നടത്തിയ ഇന്ത്യയുടെ വ്യാഘ്രം എന്ന് പറയപ്പെടുന്ന ടിപ്പു സുൽത്താൻ, ഷഹീദെ മില്ലത്ത് ടിപ്പു സുൽത്താൻ ഈ മണ്ണിലൂടെ നടന്നയാളാണ്. ടിപ്പു മരിച്ചപ്പോഴാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ചവിട്ടി നിന്നിട്ട് ലോർഡ് വെല്ലസ്ലി ഇങ്ങനെ പറഞ്ഞു വച്ചത്, നാം ഇപ്പോഴാണ് ഇന്ത്യയിൽ ആധിപത്യം നേടിയത്, ഫ്രം ടുഡേ ഇന്ത്യ ഈസ് അവേഴ്സ് എന്നായിരുന്നു. ഇപ്പോഴേ നമ്മൾ ഇന്ത്യയിൽ നമ്മുടെ ഭരണം സ്ഥാപിച്ചു എന്ന് പറയാനാകൂ. കാരണം ഇതുവരെ ടിപ്പു ഉണ്ടായിരുന്നു. ടിപ്പു ഉള്ള ഇന്ത്യ നമുക്കത്രമേൽ സ്വസ്ഥമായ ഇന്ത്യ ആയിരുന്നില്ല എന്നായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ പാരമ്പര്യത്തിന്റെ ചരിത്രമെടുത്താൽ നമുക്ക് കാണാൻ സാധ്യമാകുന്നത്, നമ്മെ നയിച്ച ഈ മഹാരഥന്മാർ നമ്മെ സാമൂഹികമായി നയിച്ചു, രാഷ്ട്രീയമായി നയിച്ചു, മതപരമായും നയിച്ചു. അവരെ അങ്ങനെ തന്നെ അംഗീകരിച്ചു. നാം അവരെ അങ്ങനെ അംഗീകരിച്ചു. എവിടെയാ കുഴപ്പമുണ്ടായത്? ഖാലി മുഹമ്മദിന് ശേഷം ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമനും ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമനുമെല്ലാം പറഞ്ഞത് പോർച്ചുഗലിനെതിരെ പോരാടണമെന്നാണ്. നോക്കൂ,
മതപരമായി നമ്മുടെ നന്മയെക്കുറിച്ച് പറയുന്നിടത്തും സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമനും രണ്ടാമനും ഒക്കെ എന്താ പറഞ്ഞു തന്നത്? സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമനാണ്, ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. ആ മഹാനുഭാവനാണ് മങ്കൂസ് മൗലിദ് എഴുതിയാൽ. മങ്കൂസ് മൗലിദ് എന്താ നമ്മുടെ പാരമ്പര്യം എന്ന് ചോദിക്കുന്ന ആളുകളോട് പറയണം, കേരളത്തിന്റെ പാരമ്പര്യം മങ്കൂസ് മൗലിദ് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ പാരമ്പര്യമാണ്. കേരളത്തിലെ മുസ്ലിങ്ങൾ അവരെ അംഗീകരിച്ചു. കടലോര പ്രദേശങ്ങളിലെ ജനങ്ങൾ ചെന്ന് നിന്ന്, പ്രിയപ്പെട്ട ഖാലി, ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ രോഗങ്ങൾ ശമിക്കാൻ ആവശ്യമായ മരുന്ന് വേണമെന്ന് പറഞ്ഞപ്പോ, നിങ്ങളുടെ രോഗങ്ങളും പകർച്ചവ്യാധികളും പ്രശ്നങ്ങളും അവസാനിപ്പിക്കാൻ നിങ്ങൾ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ മദൂ ചൊല്ലിയാൽ മതി, നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറുമെന്ന് പറഞ്ഞുകൊടുത്ത ആധ്യാത്മിക ചികിത്സയായിരുന്നു മഹാനായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ ചെയ്തത്. അതിന്റെ ഭാഗമാണ് മങ്കൂസ് മൗലിദ്. മങ്കൂസ് എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി ചുരുക്കി ചുരുക്കി കൊണ്ടുവന്നൊരു മൗലിദാണ്. വളരെ വിശാലമായിരുന്ന മൗലിദുകളെ ചുരുക്കിയതാണ്. ഇപ്പോ നമ്മൾ അതിനെയും മങ്കൂസ് ചെയ്യാൻ, അതും കൂടി ചുരുക്കിയിട്ടാണ് ഇപ്പോ അതിന്റെ 2 ഹിക്കായത്തും ഒറ്റപ്പാട്ടും നിർത്തി. അത് കഴിഞ്ഞാൽ വേഗം വേഗം പിന്നെ ദുആ ഇരുന്ന് പോവുകയാണ് നമ്മൾ. മങ്കൂസ് വീണ്ടും മങ്കൂസാവാണ്. മങ്കൂസ് എല്ലാം കൂടി ചുരുക്കിയതാണ്. ارتكبت على الخطا غير حصر وعدد لك أشكو فيه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتحي والحبيب العربي. തെറ്റുചെയ്ത് തെറ്റിന്റെ വാഹനത്തിൽ കയറി നിൽക്കുകയാണ് ഞാൻ നബിയെ, അങ്ങയോടല്ലാതെ മറ്റാരോട് പരാതി പറയാൻ എന്നാണ് മഹാനായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ. ലക്കാഷ്കു, ഞാൻ അങ്ങോട്ടാ പരാതി പറയാൻ പോണത്. അങ്ങയോട് പരാതി പറഞ്ഞ മുശ്രിക്കാകുമെന്ന് ഇനി നാളെ കേരളത്തിൽ ചില ആളുകൾ പറഞ്ഞേക്കാം. പക്ഷെ ഞാൻ എന്റെ ഈ ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഈ പാട്ടുപാടാനാണ്. അങ്ങയോട് പരാതി പറയുകയാണ് നബിയെ, ഞാൻ ചെയ്ത പാപങ്ങൾക്ക് അങ്ങയോട് പരാതി പറയുകയാണ് നബിയെ എന്നായിരുന്നു മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ. ആ മഖ്ദൂമാണ് മുസ്ലിം ഉമ്മത്തിനോട് പറഞ്ഞത്, പോർച്ചുഗലിനെതിരായി പൊരുതണം, സാമൂതിരിക്ക് വേണ്ടി പൊരുതണം. ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യ സമര ചരിത്ര കൃതി എന്ന് കേരളത്തിലെ പ്രഗത്ഭരായ ചരിത്രകാരന്മാർ പലരും പറഞ്ഞു വച്ചത് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥമാണ്. തുഹ്ഫത്തുൽ മുജാഹിദീൻ ആ ഗ്രന്ഥമാണ്. തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥം എഴുതിയ സൈനുദ്ദീൻ മഖ്ദൂം പോർച്ചുഗലിനെതിരെ പൊരുതണമെന്നും അന്ന് കാലിമാർക്ക് വരെ ശമ്പളം കൊടുത്തിരുന്ന സാമൂതിരി രാജാവിന്റെ നന്മയ്ക്കു വേണ്ടി നാം ഉറച്ചു നിൽക്കണമെന്നുമായിരുന്നു മഹാന്മാരായ അന്ന് ആ കാലഘട്ടത്തിലെ സത്യവിശ്വാസികളായ ഈ ഉമ്മത്തിനെ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പഠിപ്പിച്ചത്. നോക്കൂ, ആ പാരമ്പര്യത്തിലൂടെയാണ് പിന്നെയും ബ്രിട്ടീഷ് മേധാവിത്വത്തിനെതിരെയുള്ള പോരാട്ടങ്ങളിലും അതിനുശേഷമുള്ള ചരിത്രത്തിലും നമ്മൾ കാണുന്ന മുസ്ലിം ഉമ്മത്തിന്റെ നായകന്മാരെല്ലാം കടന്നു വന്നത് ഈ മഹിതമായ പാരമ്പര്യത്തിലാണ്. ഈ മഹിതമായ പാരമ്പര്യത്തിൽ ഇന്നീ താലിയാരോഹണത്തിന് ഇവിടെ വന്ന മുസ്ലിം ഉമ്മത്തിന്റെ ആധ്യാത്മിക, ഭൗതിക, രാഷ്ട്രീയ, സാമൂഹിക രംഗങ്ങളുടെ നായകൻ മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഇവിടെ വരുമ്പോ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പിതാമഹന്റെ മുമ്പിലാണ് തലക്കളത്തൂർ ക്ഷേത്രത്തിന്റെ മുറ്റത്ത് നിന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതാൻ ധൈര്യം നൽകാൻ ആവശ്യമാകുന്ന പ്രചോദനത്തിന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് കുട്ടി ഹസൻ എന്ന് പറയുന്ന സഹോദരൻ ചെന്നു നിന്നത്. ആ കുട്ടി ഹസനെ ഏലച്ച് മന്ത്രിച്ചു കൊടുത്തിട്ട് പൊയ്ക്കോളൂ ധൈര്യമായി, ആധിപത്യത്തിനെതിരെ പൊരുതൂ നിങ്ങൾ, നമ്മുടെ ഉപ്പുപ്പമാർ ഉണ്ടാക്കി വന്ന സംസ്കൃതിക്കെതിരായി ഇവൻ കടന്നു വന്നതിനെതിരെയുള്ള പോരാട്ടം തുടങ്ങൂ എന്ന് പറയുമ്പോ അവിടെ ചെന്ന് യുദ്ധത്തിൽ അടരാടി മരിച്ചുപോയ കുട്ടി ഹസൻ ഉൾപ്പെടെയുള്ളവരുടെ കൈകളിൽ നിന്ന് ബ്രിട്ടീഷുകാർ കണ്ടെടുത്തത് ഈ ഏലസാണ്. ആ ഏലസുമായി പാണക്കാട്ട കുടുംബത്തിലേക്ക് ചെന്ന് നിന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട്, പ്രിയപ്പെട്ട തങ്ങളെ, അങ്ങൊന്ന് മാറ്റി പറഞ്ഞാൽ മതിയായിരുന്നു, അങ്ങ് ചെയ്തു കൊടുത്തത് കുട്ടി ഹസന്റെ രോഗശമനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണെന്ന് പറഞ്ഞാൽ, കുട്ടി ഹസൻ ഉൾപ്പെടെയുള്ളവരുടെ രോഗശമനത്തിന് വേണ്ടിയുള്ള ഏലസ് മന്ത്രിച്ചു കൊടുത്തതാണെന്ന് പറഞ്ഞാൽ അങ്ങേ ബ്രിട്ടീഷ് ഗവൺമെന്റിനെ അറസ്റ്റ് ചെയ്യാതിരിക്കാമായിരുന്നു എന്ന് പറയുമ്പോ, ഇല്ല, ഞാൻ അങ്ങനെ മാറ്റി പറയാൻ തയ്യാറല്ല. തലക്കളത്തൂർ ക്ഷേത്രത്തിന്റെ മുറ്റത്ത് നടത്തിയ പോരാട്ടത്തിന് എന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് പ്രചോദനമേകാൻ തന്നെയാണ് ഞാൻ ആ ഏലസ് മന്ത്രിച്ചു കൊടുത്തത്, മാറ്റി പറയാൻ ഞാനില്ലെന്ന് പറയുകയായിരുന്നു പാണക്കാട് സയ്യിദ് ഹുസൈൻ ആറ്റക്കോയത്തങ്ങൾ നവ്വറല്ലാഹു മർഖദ, നവ്വറല്ലാഹു മർഖദ, നവ്വറല്ലാഹു മർഖദ. ആ മനുഷ്യനെ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി. ഇന്ന് വേലൂര് ബാഖിയാത്ത് സാലിഹാത്ത് എന്ന് പറയുന്ന പ്രശസ്തമായ കോളേജിന്റെ തൊട്ടടുത്ത്
മഹാനായ പാണക്കാട് സയ്യിദ് ഹുസൈൻ ആറ്റക്കോയ തങ്ങളുണ്ട്. മരിക്കാത്ത ഓർമ്മയായി ജയിക്കാൻ തന്റെ മുമ്പിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ മുഴുവൻ അധികാരങ്ങളും വന്നു നിൽക്കുമ്പോ തോൽക്കാത്ത മനസ്സോടുകൂടെ അവന്റെ മുഖത്ത് നോക്കിയിട്ട് മാറ്റി പറയാൻ എനിക്ക് വയ്യ, എന്റെ മുമ്പിൽ വന്ന കുട്ടി ഹസന് ഞാൻ ഏലസ് മന്ത്രിച്ചു കൊടുത്തത് നിങ്ങൾക്കെതിരെ പൊരുതാൻ തന്നെയാണെന്ന് പറഞ്ഞ മഹാനായ പാണക്കാട് സയ്യിദ് ഹുസൈൻ ആറ്റക്കോയ തങ്ങൾ നവ്വറല്ലാഹു മർഖദ. ഈ ഉമ്മത്തിന്റെ നന്മകൾ ഇങ്ങനെ ഏകോപിച്ചു പോയതാണ്. ഈ ഉമ്മത്തിന്റെ നന്മയുടെ കൂടെയാണ് എല്ലാ കാലത്തും ചരിത്രത്തിൽ മഹാരഥന്മാരായ രണ്ട് വിഭാഗം ആളുകളുണ്ടായത്. ഒന്ന് ആലിമും മറ്റൊന്ന് സയ്യിദും. അല്ലാഹു നിലനിർത്തുമാറാകട്ടെ. നല്ല ആലിമീങ്ങൾ, നല്ല സാദാത്യങ്ങൾ, എല്ലാ കാലത്തും ഈ സമുദായത്തിന്റെ നന്മയോടൊപ്പം നിന്നവർ. നമുക്കറിയാലോ, നമ്മുടെ നേതൃത്വത്തെ എല്ലാ കാലത്തും അനുഗ്രഹിച്ച മഹാരഥന്മാർ മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി, മഹാനായ ശൈഖുന ശംസുൽ ഉലമ കെ അബൂബക്കർ മുസ്ലിയാർ, മഹാനായ പാണക്കാട് PMSA പൂക്കോയത്തങ്ങൾ. ഒരു നാല് പതിറ്റാണ്ടുകൾ ഒരു വസന്തം പോലെ മന്ദസ്മിതം കൊണ്ട് ജനതയെ നയിക്കാൻ മാത്രം ലോക ചരിത്രത്തിൽ ഒരു ഭരണാധികാരിയെപ്പോലെ, കിരീടം വെക്കാത്ത സുൽത്താനെ പോലെ ഈ ഉമ്മത്തിനെ തന്റെ ഈ നിശബ്ദമായ പുഞ്ചിരിയുടെ ഈ മനോഹരമായ മാസ്മരികതകൾക്കുള്ളിൽ നിർത്തിയ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് നവ്വറല്ലാഹു മറാഖിദഹും, ഇവരൊക്കെ കൊടുത്ത നേതൃത്വത്തിന്റെ അപ്പുറത്തേക്ക് പോകാൻ നമുക്കാരാ വേണ്ടത്? ഈ മഹത്തുക്കൾ ഉണ്ടാക്കിയെടുത്ത സൽപാന്താവിന്റെയും വിശുദ്ധമായ പൈതൃകത്തിന്റെയും മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകേണ്ടവരാരാ? അങ്ങനെ പോകുന്നതിനെ കുറിച്ചാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആരെങ്കിലും മൻ ഫാറഖൽ ജമാഅ, ഈ മാതിരാരങ്ങിയാൽ ശിബ്റൻ, ഒരു ചാണെങ്കിലും അങ്ങനെ ചിന്തിച്ചാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഫഖദ് ഖലഅ റിബ്ഖത്തൽ ഇസ്ലാമി മിൻ ഉനുഖിഹി, അവന്റെ കഴുത്തിൽ നിന്ന് ഇസ്ലാമിന്റെ ഉത്തരവാദിത്തം തന്നെ അല്ലാഹു ഊരിക്കളയുമെന്ന് മുഹമ്മദ് റസൂൽ. അത്ര ഗൗരവമുള്ള കാര്യം. ഇനി അതിനുവേണ്ടി പണിയെടുക്കുന്നിടത്ത് പോലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാ പറഞ്ഞത്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന ഒരു ജമാഅത്ത്, അതായത് ഐക്യം, ആ ഉമ്മത്തിന്റെ ഐക്യം നിലനിൽക്കാൻ വേണ്ടി പണിയെടുത്തിട്ട് മൻ അമില ലില്ലാഹി ഫിൽ ജമാഅത്തിൽ അല്ലാഹുവിന്റെ തൃപ്തിയെ മാത്രം ലാക്കാക്കി ആ അർത്ഥത്തിൽ ഒരു സംഘത്തെ നിലനിർത്താൻ വേണ്ടി പണിയെടുത്തവൻ ഫഅസാബ, എന്നിട്ടവൻ നന്മ തന്നെയാണ് എത്തിച്ചതെങ്കിൽ ഖബിലല്ലാഹു മിൻഹു, അല്ലാഹു അവനിൽ നിന്നത് സ്വീകരിക്കും. അവനെങ്ങാനും എന്തെങ്കിലും തരത്തിൽ പിഴച്ചുപോയാലും, എന്തെങ്കിലും ഒരു പിഴവന് സംഭവിച്ചാലും അല്ലാഹു അവന് പുറത്തു കൊടുക്കുമെന്ന് സയ്യിദുനാ റസൂൽ. രണ്ടാമത് അല്ലാഹുവിന്റെ പ്രവാചകർ പറയുന്നുണ്ട്, ഒരാള് കുഴപ്പവും ഛിദ്രതയും ഉണ്ടാക്കാൻ വേണ്ടി തന്നെ പണിയെടുത്താൽ കൃത്യമായിട്ടും മൻ അമില യബ്തഗിൽ ഫിർഖ, ഛിദ്രത ഉണ്ടാക്കാൻ വേണ്ടി ഒരാൾ പണിയെടുത്താൽ ഫഅസാബ, എന്നിട്ട് അയാൾ ശരി തന്നെ ഉണ്ടാക്കി. അയാൾ കുറെ വലിയ പരിപാടികളൊക്കെ ചെയ്തു, അയാൾ വലിയ സേവന പ്രവർത്തനങ്ങൾ നടത്തിയെന്ന വർത്തമാനങ്ങൾ പറയാൻ മാത്രം ഉണ്ടാക്കി വെച്ചു. എന്നാലും ലം യഖ്ബലില്ലാഹു മിൻഹു, അല്ലാഹു അവനിൽ നിന്ന് സ്വീകരിക്കുകയില്ലെന്ന് മുഹമ്മദ് നബി. ഒന്നിരുന്നിട്ട് അതൊന്ന് കേട്ടിട്ട് പോയേ, ഒറ്റയിരുത്ത് ഒന്ന് ആലോചിച്ച് പറഞ്ഞോളൂ. നോക്കൂ, നിങ്ങൾ ആരെങ്കിലും ഛിദ്രത വളർത്താൻ വേണ്ടി പണിയെടുത്തിട്ട്, സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കാൻ പണിയെടുത്തിട്ട് അയാൾ എന്തു നന്മ ചെയ്താലും ലം യഖ്ബലില്ലാഹു മിൻഹു, അല്ലാഹു അവനിൽ നിന്ന് അവന്റെ നന്മ സ്വീകരിക്കുകയില്ല എന്ന് മുഹമ്മദ് നബി. എന്താ പറഞ്ഞേ? ആരെങ്കിലും ഛിദ്രതയുടെ, സമൂഹത്തിലെ കുഴപ്പത്തിന്റെ വക്താവായി മാറുകയും എന്നിട്ടും അയാൾ എന്തെങ്കിലും സേവന പ്രവർത്തനങ്ങൾ നടത്തിയാലും ലം യഖ്ബലില്ലാഹു മിൻഹു, അല്ലാഹു അവനിൽ നിന്നൊന്നും സ്വീകരിക്കുകയില്ലെന്ന് അഷ്റഫുൽ ഖൽഖ്. എന്തേ പറഞ്ഞത്? ഒരുപാട് പറയാനുണ്ട്, ഞാൻ ഒന്നും പറയണ്ട. വാക്കുകൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ബുദ്ധിയുള്ള മനുഷ്യർക്ക് അത് മനസ്സിലാക്കാൻ മാത്രമുണ്ട്. ലം യഖ്ബലില്ലാഹു മിൻഹു, അല്ലാഹു അവനിൽ നിന്നൊന്നും സ്വീകരിക്കുകയില്ലെന്നാണ്. അവനെങ്ങാനും പിഴച്ചാൽ, വൈൻ അഖ്തഅ, അവൻ പിഴച്ചാലുണ്ടല്ലോ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത് ഇതാണ്, അവൻ തീർച്ചയായും നരകത്തിൽ ഒരു സീറ്റ് തന്നെ വാങ്ങിയെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂൽ. അവൻ പിഴച്ചാൽ വൈൻ അഖ്തഅ ഫൽയതബവ്വ മഖ്അദഹു മിനൻ നരകത്തിലൊരു സീറ്റ് അവൻ
കഴിഞ്ഞു എന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവൻ നന്മ ചെയ്താലും അവരങ്ങൾ നടത്തിയിട്ടില്ല എന്നത് നരകത്തിൽ അവനൊരു ഇരിപ്പിടം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് മുഹമ്മദ് നബി. എന്നിട്ട് പറ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഈ ദീനിന്റെ പാശത്തെ, ഈ ഐക്യത്തെ, നന്മയെ മുറുകെ പിടിച്ചുകൊണ്ട് ഒരു ഖാലിയുടെ ഖലാഇന്റെ കീഴിൽ നിൽക്കുക എന്ന് പറയുന്ന നന്മയല്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ ചെയ്യേണ്ടത്? സമൂഹം ഛിദ്രമാകുന്ന, ധാർമ്മികമായി അധപതിക്കുന്ന ഒരു കാലത്ത് നിങ്ങൾ സത്യത്തിന്റെ വഴിയിൽ തന്നെ നിൽക്കണേ എന്ന് പറയാൻ ആത്മാർത്ഥനിഷ്ഠനായ ഒരു പണ്ഡിതൻ, ആ പണ്ഡിതനെ നമ്മൾ ബൈഅത്ത് ചെയ്ത് അദ്ദേഹത്തോട് പറയാൻ, അങ്ങ് ഞങ്ങളുടെ നേതാവാണ്, അങ്ങ് ഞങ്ങളുടെ അമീർ, ഞങ്ങളുടെ മുവല്ലി എന്ന അർത്ഥത്തിൽ ഞങ്ങൾ ഏൽപ്പിച്ചു തരുന്ന ഉത്തരവാദിത്വത്തെ നിർവഹിക്കാൻ മാത്രം യോഗ്യനാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അങ്ങേ ഞങ്ങൾ ഈ അധികാരം ഏൽപ്പിച്ചു തരുന്നു. പാവപ്പെട്ട പെണ്ണുങ്ങളുടെ വിവാഹം ഉൾപ്പെടെ പലതും നടത്തി കൊടുക്കേണ്ട, പല കാര്യങ്ങളിലും കൃത്യമായ നിലപാടെടുക്കേണ്ട, നീതിയുക്തമായ സമീപനത്തിന് വേണ്ടി മധ്യസ്ഥം വഹിക്കേണ്ട പരമാധികാരിയായി ഇസ്ലാം പറയുന്ന ഖാലി, അങ്ങാണ് ഞങ്ങളുടെ ഖാലി എന്ന് പറയുന്നിടത്ത് ഈ ഏകോപനം സാധ്യമാകുന്നുണ്ടല്ലോ. ഖാലിയില്ലാത്ത നാട്, ശരിക്കും പറഞ്ഞാൽ ഒരു ഖാലിയില്ലാതെ പോവുക എന്ന് പറഞ്ഞാൽ ആ നാട് മുഴുവൻ കുറ്റക്കാരാണ്. അതൊരു ഫർള് കിഫ പോലെ ആ നാട്ടിൽ ഖാലി ഉണ്ടാകണം. ഖാലി ഇല്ലെങ്കിൽ നാട്ടുകാർ മുഴുവൻ കുറ്റക്കാരാണ്. അങ്ങനെ നമ്മളൊരു ഖാലിയെ ഏൽപ്പിക്കുകയാണ്. ആ ഖാലിയെ എന്തു പറഞ്ഞാലും അത്തരത്തിലുള്ള മഹാരഥന്മാരായ ആളുകളെ, നമ്മുടെ പാരമ്പര്യത്തെ നിഷേധിക്കാനാവാത്ത വിധമുള്ളൊരു നന്മയുണ്ടാകണം. എപ്പോഴും ഐക്യമാണ് പ്രധാനം. ഒന്നുമില്ലാതിരുന്നോടത്ത് നിന്നാണ് ബദറിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്ത് ജയിച്ചതെങ്കിൽ ആൾക്കൂട്ടങ്ങൾ കൊണ്ട് ജയിക്കാതെ പോയതും പരിശുദ്ധ റസൂലിന്റെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, ഒന്നുമില്ലാതിരുന്ന ഒരു കാലത്താണ് ബദറിൽ മഹാന്മാരായ സ്വഹാബത്ത് ജയിച്ചത്. വലഖദ് നസറകുമുല്ലാഹു ബിബദ്രിൻ വഅൻതും അദില്ല. തീരെ നിസ്സാരന്മാരായിരിക്കെയാണ് നിങ്ങളെ അള്ളാഹു സഹായിച്ചത് ബദറിൽ. അവർ അള്ളാഹിന്റെ റസൂലിന്റെ കൂടെ നിന്നു എന്നതായിരുന്നു സഹായിക്കാൻ കാരണം. അഷ്റഫുൽ ഖൽഖിനെ അംഗീകരിച്ചു എന്നതാണ്. എന്നാൽ എല്ലാം കഴിഞ്ഞു. ഞാനതിനെ വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ് പെട്ടെന്ന് ചുരുക്കാൻ. എല്ലാം കഴിഞ്ഞ് ജയിച്ച് പരിശുദ്ധ മക്കയിൽ വന്നു. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കീഴിൽ ശത്രുക്കൾ പോലും അടിയറവ് പറഞ്ഞു നിൽക്കുന്ന ഒരു സമയമുണ്ട്. ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ ഒരു നിമിഷമാണത്. ത്രൂ ഓൾ ദ annals of conquest there is no comparison എന്ന് പ്രഗത്ഭനായ പി.കെ. ഹിറ്റിയെ പോലെയുള്ള ആളുകൾ പറയുന്നുണ്ട്. ഈ ചരിത്രത്തിലെ വിജയഗാഥകളുടെ മുഴുവൻ ചരിത്രം എടുത്ത് പരിശോധിച്ചാലും ഈ ഒരു സംഭവത്തിനോട് തുല്യം ചെയ്യാൻ കഴിയുന്ന ഒരു സംഭവം കാണാനില്ല. ആ ജനതയെ ഏറ്റവും നല്ല മഹാമനസ്കത കൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ടത് എന്നാണ്. However, the peoples were treated with special magnanimity. ഏറ്റവും നല്ല മഹാമനസ്കത. ശത്രുക്കളോട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, പൊക്കോ, നിങ്ങൾ നിങ്ങളുടെ വീട്ടുകളിലേക്ക് നിർഭയം പൊക്കോ. ആ വിജയമുണ്ടായതിനു ശേഷം ഒറ്റ നിമിഷം ഇരുന്നാൽ മതി, ഞാൻ നിർത്താൻ. ആ വിജയമുണ്ടായതിനു ശേഷം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഒരു യുദ്ധം വന്നു, ഹുനൈൻ. ആ യുദ്ധത്തിന് പോകാൻ വേണ്ടി ഫണ്ട് പിരിക്കുമ്പോ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലഭ്യമായ യുദ്ധത്തിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പടയങ്കികൾ പോലും 8000 ഉണ്ടായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. 12,000 സഹാബാക്കൾ, മറുഭാഗത്ത് 8000 ശത്രുക്കൾ. പക്ഷേ ചെന്നിട്ട് പെട്ടെന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് പെട്ടെന്ന് പേടിച്ചോടുന്നൊരവസ്ഥ പോലും ഹുനൈൻ യുദ്ധരണാങ്കളത്തിലുണ്ടായി എന്ന് ഖുർആൻ പറയുന്നു. എന്താ കാരണം എന്നറിയോ? ഇപ്പോ ഞങ്ങൾ കൂടുതൽ ആൾബലമുള്ളവരല്ലേ എന്ന് ചിന്തിച്ചുപോയി. ഇപ്പോ അള്ളാഹുവിന്റെ സഹായം വേണോ ഇല്ലേ എന്നല്ല അവർ ചിന്തിച്ചത്. ഞങ്ങൾ ആളില്ലേ, ഞങ്ങൾ യുദ്ധങ്ങൾ ജയിച്ചവരല്ലേ, ഞങ്ങൾ ആളുണ്ടല്ലോ, ഞങ്ങൾ 12,000 ഉണ്ടല്ലോ, അവിടെ ഈ 8,000 ജയിക്കാൻ നമുക്ക് സാധ്യമാകുമെന്ന ബോധത്തോടെ പോയപ്പോഴാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നെ പറയുന്നുണ്ട്, വലഖദ് നസറകുമുല്ലാഹു ഫീ മവാത്തിന കസീറ വയൗമ ഹുനൈൻ. അല്ലാഹു നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഹുനൈൻ യുദ്ധത്തിലും നിങ്ങളെ അല്ലാഹു സഹായിച്ചു. പക്ഷേ നിങ്ങൾ ആളുണ്ടെന്നുള്ള തോന്നൽ നിങ്ങൾക്കൊരു ചുക്കും ചെയ്തു തന്നില്ലല്ലോ. അപ്പോ ഒരു സമ്പത്തും പ്രശ്നമല്ല, വലിപ്പം പ്രശ്നമല്ല, ഈ പ്രതാപം പ്രശ്നമല്ല. അല്ലാഹുവിന്റെ പരിശുദ്ധരായ പ്രവാചകന്മാർ ഏൽപ്പിച്ചു കൊടുത്ത ഉലമാഇനെ അനുസരിച്ചുകൊണ്ട് ഭക്തിയോടുകൂടെ ധർമ്മത്തോടുകൂടെ നിലനിന്നാൽ മാത്രമേ അല്ലാഹു നമ്മളെ വിജയിപ്പിക്കൂ. ഇത്ര പറയാനല്ലാതെ എന്നെ സമയം അനുവദിക്കാത്തത് കൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.